ഈ പലകാലം ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ചില പുനരുത്ഥാന ശക്തിയെക്കുറിച്ചാണ്. കർത്താവ് പുനരുത്ഥാനത്തിന്റെ പ്രഭാവത്തെക്കുറിച്ച്, കർത്താവിന് ദി ഇമ്പാക്ട് ഓഫ് റിസറക്ഷൻ, കർത്താവിന് സ്തോത്രം. അതൊരു വലിയ സബ്ജക്റ്റാണ്. നമുക്ക് വളരെ പരിചയമായ ഒരു വേദഭാഗത്തു നിന്നും ചില ചിന്തകൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. Resurrection, I want to talk about resurrection impact from the book of Gospel according to Saint John, chapter 20, not 21, I'm sorry, 20 verses 1 to 18. 21 അല്ല, 21 to 18. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വേദഭാഗത്തു നിന്നുമാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണെങ്കിലും നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കുമ്പോൾ അത് ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ ആ ഭാഗം സഹായിക്കും. ആ ഭാഗം മൊത്തത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കാൻ അല്പസമയം പോവും, നല്ല സാരമില്ല. പ്ലീസ് റീഡ് ദ പാസേജ് 1 to 18, John 20. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിനും പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുറ്റിവെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഇനി നമ്മുടെ ശ്രദ്ധ കർത്താവിന്റെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമായ ഒരു സ്റ്റോറിയാണ്. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തെ അനുസരിച്ച് ഓർത്ത് കർത്താവിന് നന്ദി കരയിച്ച് ഒരിക്കൽ കൂടെ ദൈവം സംസാരിച്ചുകൊണ്ട്. കാരണം നമുക്കറിയാം, ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ദൂത് ഞാൻ പറയട്ടെ. ഈ ഭാഗം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സംസാരിക്കുന്ന മർമ്മപ്രധാനമായ ഒരു ദൂതാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല ഒബ്സ്റ്റക്കിൾസിനെയും സകല തടസ്സങ്ങളെയും ഓവർകം ചെയ്യുവാൻ കരുത്തു പകരുന്നതാണ്. നമ്മളെ ഓവർകമേഴ്സ് ആക്കി മാറ്റുന്നതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. അതാണ് ഇതിനകത്തിലെ കോർ ദൂത് എന്ന് പറയുന്നത്. The core message of this passage is that the resurrection power will make you and me as overcomers. There is an overcoming power in resurrection. കർത്താവിന് സ്തോത്രം. പുനരുത്ഥാനത്തിൽ സ്തോത്രം നമ്മളെ ജയാളികളാക്കുവാൻ
കഴിയുന്ന ഒരു കരുത്തുണ്ട്. ഈ പലക്കാലം എൻ്റെ പ്രാർത്ഥന, ഈ ദൈവത്തിന്റെ വചന ശുശ്രൂഷയിൽ, ഈ ദൈവവചന ശുശ്രൂഷ ഇത് ശുശ്രൂഷിക്കുന്ന എൻ്റെ മേലും ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേലും ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി പകരട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മളെ ജയാളികളാക്കി മാറ്റട്ടെ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളായി ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും സ്വന്തം ശക്തി കൊണ്ട് ഓവർകം ചെയ്യുവാൻ കഴിയാത്ത, സ്വന്തം ബലം കൊണ്ട് ഓവർകം ചെയ്യാൻ കഴിയാത്ത, സ്വന്തം ബുദ്ധി കൊണ്ട് ഓവർകം ചെയ്യാൻ കഴിയാത്ത ഹല്ലേലൂയ മേഖലകൾ, ഏതെങ്കിലും ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുന്നുവെങ്കിൽ ഈ പലക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പുനരുദ്ധാനത്തിന്റെ ശക്തി പകർന്ന് മുൻപോട്ട് ഓടുവാൻ ഉള്ളൊരു കരുത്തായി ഈ വചനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. It is my prayer as I minister, I need a resurrection power in a fresh way this morning. Hallelujah. As we together, hallelujah, pressing on, moving forward, running forward, it is my prayer that may this word empower us with the resurrection power so that we will be able to overcome those obstacles and move forward. Hallelujah. Hallelujah. കർത്താവിന് സ്തോത്രം. Come back to the passage. നമുക്ക് അറിയാം, സ്റ്റോറി നമുക്കറിയാമല്ലോ. സ്റ്റോറി, സാഹചര്യം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, യേശു ക്രിസ്തുവിനെ അനുഗമിച്ചവരെല്ലാം ഒരു വലിയ നിരാശയിൽ, ഒരു വലിയ ദുഃഖത്തിൽ, ഒരു വലിയ വേദനയില്, അവരൊരു ഡിഫീറ്റഡ് മൂഡില് കഴിഞ്ഞ 2 ദിവസമായിട്ടായിരിക്കുന്നു. കാരണം അവർ വലിയ പ്രതീക്ഷയോടെ അവരെ സ്തോത്രം അനുഗമിച്ച അവരുടെ ഗുരുവും അവരുടെ കർത്താവും അവര് നാഥനുമായവനെ അറസ്റ്റ് ചെയ്ത് അവനെ അന്യായമായി ക്രൂശിച്ച് കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ എന്നേക്കുമായി യേശുവിന്റെ നാമം തീർന്നെന്നുള്ള രീതിയിൽ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുന്ന അവസ്ഥ. അവരുടെ ശബ്ദം നഷ്ടപ്പെട്ടു, അവരുടെ വോയിസ് നഷ്ടപ്പെട്ടു, അവരുടെ താല്പര്യം നഷ്ടപ്പെട്ടു, അവരുടെ ആകാംക്ഷ അവരുടെ ഊർജ്ജം നഷ്ടപ്പെട്ടു, അവരുടെ ശക്തി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ നിരാശയിൽ, സങ്കടത്തിലായിരിക്കുന്ന 2 ദിനങ്ങൾ. കർത്താവിന് സ്തോത്രം. We know the situation. The followers of Jesus Christ, including the 12 disciples of Jesus Christ, in a defeatist mood now, in a defeated mood now. They are in pain, they are in disappointment because their leader, their master was arrested and he was unjustly crucified and buried, and they thought that he is no more. So that is for the last 2 days they are in a defeated mood. Hallelujah. But on this resurrection day, on that resurrection day, you see, I hope that there arose a kind of ray of hope in the mind of the disciples. I don't know whether in the mind of all of them, but at least let me tell you, in the mind of Mary Magdalene, a ray of hope, a new hope, a fresh hope. Hallelujah. Hope of resurrection that pushed her to go to the tomb. Hallelujah. എന്നാൽ ഈ പുനരുദ്ധാന ദിവസത്തിൽ 2 ദിവസമായി പരാജയപ്പെട്ടവരായി, നിരാശപ്പെട്ടവരായി, വേദനപ്പെട്ടവരായി, സ്തോത്രം സങ്കടത്തിലായിരിക്കുന്ന ശിഷ്യഗണങ്ങൾ, യേശുവിനെ അനുഗമിച്ചവർ, എന്നാൽ ഈ 3-ാം ദിവസം റിസറക്റ്റഡ് ഡേയിൽ, പുനരുദ്ധാന ദിവസം, ഒരുപക്ഷെ അവരിൽ ചിലർക്കെങ്കിലും ആ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ ചിലരെങ്കിലും ബാധിച്ചിരിക്കും. കർത്താവിന് സ്തോത്രം. അതെനിക്കറിയത്തില്ല, അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ എൻ്റെ വിശ്വാസം ആ പുനരുദ്ധാനത്തിന്റെ ചിന്തയും ആ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയുമാണ് ഈ സ്ത്രീയെ, മേരി മഗ്ദലക്കാരിയായ സ്ത്രീയെ സ്തോത്രം യേശുവിന്റെ അടുക്കലേക്ക് അവളെ പുഷ് ചെയ്തത്, അവളെ തള്ളിവിട്ടതിന്റെ പ്രേരണ ശക്തി എന്ന് പറയുന്നത് ഈ പുനരുദ്ധാനത്തിന്റെ ഹല്ലേലൂയ ചിന്തയാണ്, ഈ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയാണെന്ന് വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം. ഈ പ്രത്യാശ അവളെ ഓവർകം ചെയ്യുവാൻ അവൾ ഓവർകം ചെയ്ത 4 ഒബ്സ്റ്റക്കിൾസ് ആണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന കർത്താവിന് സ്തോത്രം. 4 തടസ്സങ്ങൾ അവൾ ഓവർകം ചെയ്തു. അതിന്റെ കാരണം ഈ പുനരുദ്ധാന പ്രത്യാശയാണ്. കർത്താവിന് സ്തോത്രം. Talk about the 4 major obstacles that Mary overcame because of the resurrection hope and power. പുനരുദ്ധാന ശക്തിയും പുനരുദ്ധാന പ്രത്യാശയും എന്ത് ചെയ്യുന്നറിയാമോ? മേരി 4 തടസ്സങ്ങളെ ഓവർകം ചെയ്തു. കർത്താവിന് സ്തോത്രം. വളരെ രസകരമായി എനിക്ക് തോന്നി, വളരെ ചിന്തനീയമായി എനിക്ക് തോന്നി. സ്തോത്രം. രസകരമല്ല, ചിന്തനീയമായി എനിക്ക് തോന്നിയത് യോഹന്നാന് മറ്റ് റൈറ്റേഴ്സിനേക്കാൾ അധികം, മറ്റ്
ഗോസ്പൽ റൈറ്റേഴ്സിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായി യോഹന്നാന്റെ ഗോസ്പലിൽ കാണുന്ന സ്വത്രം ഒരു വിഷയം, ഈ മറ്റ് റൈറ്റേഴ്സ് ഒക്കെ, അതായത് മാത്യു, മാർക്ക്, ലൂക്ക്, ഇവരെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? പ്രത്യേകിച്ചും മാത്യുവും ലൂക്കും യേശു ക്രിസ്തുവിന്റെ മശിഹൈക അവതാരത്തെ കുറിച്ച്, ഈ ഭൂമിയിൽ യേശു മനുഷ്യനായി വന്നതിനെ കുറിച്ച് ഒത്തിരിയും വിവരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് സ്റ്റോറി ഉണ്ട്. അപ്പം മർക്കോസ് യേശു ക്രിസ്തുവിന്റെ സ്തോത്രം പരസ്യ ശുശ്രൂഷയാണ് മർക്കോസ് തുടങ്ങുന്നത്, കർത്താവിന് സ്തോത്രം. അപ്പോൾ എന്നാൽ അതുപോലെ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ യേശുവിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തു. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ സ്തോത്രം ഇവര് സ്തോത്രം മാറ്റിവെക്കാത്തതിലും അധികം ടൈം യോഹന്നാൻ മാറ്റിവെച്ച്. എന്തിനെന്നറിയാം? പുനരുദ്ധാനത്തെ കുറിച്ച് പറയുവാൻ. പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം യേശു പുനരുദ്ധാനം ചെയ്ത് ഈ ഭൂമിയിൽ 40 ദിവസം ഉണ്ടായിരുന്നു, തിരുവചനം പറയുന്നു. ആ 40 ദിവസത്തെ ഈ ഭൂമിയിൽ യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, പുനരുദ്ധാനം കഴിഞ്ഞുള്ള യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് സ്തോത്രം വെളിപ്പാട് ലഭിക്കുന്നത്, വിവരങ്ങൾ ലഭിക്കുന്നത് യോഹന്നാനിൽ നിന്നുമാണ്. 2 ചാപ്റ്റേഴ്സ് യോഹന്നാൻ മാറ്റിവെക്കുകയാണ്. 20-ാം അധ്യായം, 21-ാം അധ്യായം. ഈ 40 ദിവസങ്ങളിലെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചും അതിനോട് മാറ്റിവെക്കുന്നു. അതിലെ നോക്ക, ഈ അധ്യായം 20-ാം അധ്യായത്തിന്റെ ഒരു നല്ലൊരു ഭാഗവും ഒരു സ്ത്രീയുടെ കഥയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ മേരി മഗ്ദലീന എന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാത്തൊരു സ്ത്രീ, കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു സ്ത്രീയുടെ സ്തോത്രം ഒരു യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിലെ കഥയ്ക്ക് വേണ്ടി ഒരു ചാപ്റ്ററിന്റെ നല്ല ഭാഗവും മാറ്റിവെച്ചിരിക്കുന്നു, കർത്താവിന് സ്തോത്രം. അപ്പം എന്തിനാണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ മഹത്വം വിവരിക്കുവാനാണ്. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി ഒരു സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. അവന്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വിഷയമില്ല. നമുക്ക് വിഷയം, ഞാൻ ഈ പെന്തക്കോസ്തിലെ ജനിച്ചതിന്റെ പാരമ്പര്യമൊക്കെ നമുക്ക് പറയാനുള്ളത്. എന്നാൽ കർത്താവിന്റെ പുനരുദ്ധാന ശക്തി, ഞാൻ ഓർക്കുവായിരുന്നു ആ സ്റ്റോറിക്ക് ഈ കർത്താവിനോട് കൂടെ നടന്ന, യേശുവിനെ അധികം സ്നേഹിച്ച യോഹന്നാൻ എന്ന് പറഞ്ഞ ശിഷ്യൻ മാറ്റിവെച്ചത് ഭൂതഗ്രസ്തയായ ഒരു സ്ത്രീ. അവൾക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. ഭൂതഗ്രസ്തയായ ഒരു സ്ത്രീ, അവൾക്ക് പറയാനുള്ള ഒറ്റ ചരിത്രമേ ഉള്ളൂ, യേശു സൗഖ്യമാക്കിയ അവളുടെ കഥ എടുത്തിട്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പുനരുദ്ധാനത്തിന്റെ ശക്തി പറയും. എന്താണെന്നറിയാമോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്റെ നിങ്ങളുടെ പശ്ചാത്തലം ദൈവത്തിന് വിഷയമല്ലെന്നേ. നീ ആണാണോ പെണ്ണാണോ ദൈവത്തിന് വിഷയമല്ലെന്നേ. നിനക്ക് കർത്താവിന് സ്തോത്രം പാരമ്പര്യം പറയാനൊന്നുമില്ല, വിഷയമല്ലെന്നേ. കർത്താവിന് വേണ്ടിയത് ഹല്ലേലൂയ. നീയും കർത്താവുമായിട്ടുള്ള ബന്ധമാണ് വലുത്. കർത്താവിന് സ്തോത്രം. നീയും കർത്താവുമായിട്ടുള്ള ബന്ധം, അതിന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. വേറെ ആർക്കും അറിയത്തില്ല. നീയും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അടിസ്ഥാനത്തിലാണ് ഹല്ലേലൂയ ദൈവം നിന്റെ മേൽ ചിലത് പകരുന്നത്. അല്ലാതെ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലും ഹല്ലേലൂയ ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലും അല്ല. നീയും ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് പകരുന്നത്. ഇന്ന് വൽക്കാലം ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ, ചിന്തിക്കാത്ത ചിലരുടെ മേൽ ഹല്ലേലൂയ, നാട്ടുകാര് സഭക്കാര് ഹല്ലേലൂയ കണക്കാക്കാത്ത ചിലരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ചില പകർച്ച ദൈവാത്മാവ് പകരുമെന്ന് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിന് സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നതോടെ ആയിരിക്കത്തില്ല, നമ്മുടെ ദൃഷ്ടിയിലുള്ളവരുടെ മേലും ആയിരിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചില പ്രത്യേക ഇടപെടൽ കർത്താവിന് സ്തോത്രം. ഹോളി സ്പിരിറ്റ്. So what we see here, John is taking the story of Mary the Magdalene. She had no background to talk about, and she had no hallelujah spiritual background to talk about. We know that she was a demon possessed lady, and that is the only thing she can talk. If people say that she has only one story to say, I was oppressed by the demonic forces, but Jesus Christ delivered me. That is the only story. Let me tell you, dear children of God, in the kingdom
Your background has no matter. Whether you are a girl or a boy, whether you are a male or a female, whether you are born in a Pentecostal family or not, whether your dad was a Pentecostal pastor, hallelujah, has nothing to do with you. In the kingdom of God, in the kingdom of God, there is only one thing that matters. How is your relation with the Lord Jesus Christ? Your unique relation with the Lord Jesus Christ matters the most, and the revelation God gives to you and the power God empowers upon you is based on your relationship with the Lord Jesus Christ. Hallelujah. That is why we see here John the Apostle sparing almost a complete chapter, not full chapter, major portion of the chapter is to talk about Mary Magdalene, a lady who had no background to talk about, to boast about. Hallelujah. Thank you, Jesus. Hallelujah. കർത്താവിന് സ്തോത്രം. ഒരു ബാക്ക്ഗ്രൗണ്ടും പറയാനില്ലാതിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, ആരും ഗണിക്കാത്ത ഒരു സ്ത്രീ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. റിസറക്ഷൻ സ്റ്റോറിയിൽ, പുനരുത്ഥാനത്തിന്റെ കഥയിൽ സ്തോത്രം ദൈവാത്മാവ് അതാണ് ഉൾപ്പെടുത്തിയ. കർത്താവിന് സ്തോത്രം. See, all our pain, all our failures, all our disappointments, all our complaints, all our shortcomings, and all our past things will disappear if we focus on the resurrection hope of the Lord Jesus Christ. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ഫോക്കസ് ചെയ്താൽ, അവൻ എന്നെ നിങ്ങളും ധ്യാന വിഷയമായാൽ, ഇന്നലകളിലെ പരാജയങ്ങൾ, ഇന്നലകളിലെ വേദനകൾ, ഇന്നലകളിലെ ദുഃഖങ്ങൾ, ഇന്നലകളിലെ രോഗങ്ങൾ, ഇതെല്ലാം ഞാനും നീയും അറിയാതെ ഡിസപ്പിയർ ആകും, അപ്രത്യക്ഷമാകും. ഈ പലകാലം ദൈവാത്മാവിനോട് പറയുന്നു, നിന്റെ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും രോഗങ്ങളെയും ആകുലങ്ങളെയും ആകാംക്ഷകളെയും ഒരു സൈഡിൽ എറിഞ്ഞുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ഓടുവാൻ. സ്വോത്രം സ്വോത്രം സ്വോത്രം. നീ അറിയാതെ പുനരുദ്ധാന പ്രത്യാശ നിന്റെ വേദനകൾ അകറ്റിക്കളയും. കർത്താവിന് സ്തോത്രം. Now come back. The 4 obstacles, hallelujah. The first obstacles Mary overcame. Mary Magdalene overcome ചെയ്ത, അവൾ അതിജീവിച്ച ഒന്നാമത്തെ തടസ്സം. കർത്താവ് verse 1 ഒന്നുകൂടെ വായിച്ചേ ബ്രദർ. verse 1 ഒന്നാം വാക്യം ഒന്നുകൂടെ വായിക്കുക. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. Thank you. So the first obstacle that Mary overcame, she overcame the physical situation. സ്തോത്രം. ഒന്നാമത് നാം ഓവർകം ചെയ്യുന്നത്, മേരി ഓവർകം ചെയ്തത് അവളുടെ ഭൗതിക സാഹചര്യത്തെയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, see here we see that Mary went to the tomb while it was still dark. See, going to graveyard in the daytime itself is a scary thing for many people. And you see that now. Imagine a lady going to the graveyard while it was still darkness, in a dark situation. It was not a conducive situation. But if she had calculated the risk, she would not have gone to the graveyard. But you see, I believe that's what I said. The resurrection hope, the prediction of Jesus, that Jesus already predicted that I would be giving up my life, but I will take it again, and I will be killed, but I will rise again on the 3rd day. And I believe that even though Mary, like any other disciples and followers, was in a defeated hope and mood, and she was in disappointment, but on the 3rd day, and you see, I believe that she was probably, I guess that she may not have slept it the whole night. She may be worried about it. And early morning, the resurrection hope, provoke her. The resurrection hope energized her. The resurrection hope pushed her. That gave her an extra energy. And that is why she overcame the physical situation. Even though it was still darkness, she decided to go to the graveyard. കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ എന്ത് ചെയ്തറിയാവോ? കല്ലറയ്ക്കൽ പോയെന്ന് കാണുന്നു, ഇരുട്ടുള്ളപ്പോൾ തന്നെ. അപ്പോൾ നമുക്കറിയാം, സാധാരണ പകൽ സമയത്ത് പോലും പലർക്കും ശ്മശാനത്തിൽ പോകണ്ട, ശ്മശാനം എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
ശ്മശാനമൊന്നും മൊത്തം കേൾക്കണ്ട, ശ്മാന്ന് കേൾക്കുമ്പോഴേ പറയാനും പേടിയാ പലർക്കും, അപ്പോഴേ പേടിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തറിയാമോ, ചിലർ പറയോ പാസ്റ്ററെ സമയാന്തരത്തിലൊന്നും പാടരുത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സ്തോത്രം ക്വൈറ്റ് നാച്ചുറൽ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇതാ ഒരു സ്ത്രീ ഇരുട്ടുള്ളപ്പോ തന്നെ ശ്മശാനത്തിൽ പോയത്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇവളുടെ ഫിസിക്കൽ ബോൾഡ്നെസ്സാ ഇവളെ അതിന് പ്രേരിപ്പിച്ചത്. നോ നോ നോ. നിങ്ങൾ നോക്കുക, ബാക്കി ശിഷ്യന്മാരുണ്ട്, 12 ശിഷ്യന്മാർ മാത്രമല്ല, ബാക്കി ഞാൻ വിശ്വസിക്കുന്ന ഒരു 120 പേരെ കുറിച്ച് നമ്മൾ പെന്തക്കോസ്ത് നാളിൽ കാണുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസം, എന്റെ വിശ്വാസം കേട്ടോ, ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ എന്റെ വിശ്വാസം കുറഞ്ഞ സ്തോത്രം ഇവരിൽ നല്ലൊരു ശതമാനം അവിടെ ഉണ്ടായിരുന്നു. പേടിച്ചിരിക്കുക, യഹൂദന്മാരെ പേടിച്ച്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്നിടത്തുനിന്ന് ഇവിടെ നോക്കുക, അവിടെ കർത്താവ് സ്തോത്രം മാർക്കോസിലും ലൂക്കോസിലും ഒക്കെ മറ്റ് സ്ത്രീകളൂടെ പോയി കാണുന്നു. പ്രത്യേകിച്ച് യോഹന്നാൻ മേരി എടുത്ത് കാണിക്കുന്നു സ്തോത്രം. അപ്പോൾ ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീ പോകുക ശ്മശാനത്തിൽ എളുപ്പമല്ല, അതൊരു അനുകൂല സാഹചര്യമല്ലായിരുന്നു. നമ്മളെല്ലാം അനുകൂല സാഹചര്യം നോക്കിയിരിക്കുമ്പോൾ ചെയ്യാനിരിക്കുന്നവരെ പലരും അല്ലേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അനുകൂല സാഹചര്യം നോക്കിയിരുന്നാൽ ഒന്നും നടക്കത്തില്ലെന്നേ. കർത്താവിന് സ്തോത്രം. ഹാലലു. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ തൊണ്ട എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പ്രസംഗിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. കർത്താവിന് സ്തോത്രം. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കിയോണ്ട്, ഇതെല്ലാം മാറിയിട്ട് എന്തെന്നറിയാമോ, വല്ലതും ചെയ്യാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. എന്റെ നിങ്ങളുടെ ശാരീരിക സാഹചര്യം ഇന്ന് പൽക്കാലം ദൈവാത്മാവ് ഇത് ദൂത് ഞാൻ പറയുമ്പോൾ, ഇൻ മൈ സ്പിരിറ്റ് ഐ ബൈബിൾ I want to talk to someone. I think Spirit of the Lord wants to talk to someone. You have a desire to do certain things, but you are looking for a conducive situation. You are looking for a favorable situation. The Spirit of the Lord says that if you are looking for a favorable situation, that will not happen. That will not happen. Rather, focus on the resurrection power. If the resurrection power hit you, if the resurrection hope push you, you will overcome the physical situation. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോട് സംസാരിക്കുന്നു? നിങ്ങളുടെയും എൻ്റെ ഭൗതിക സാഹചര്യം മാറിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്ന്. ഭൗതിക സാഹചര്യം മാറിയിട്ട് സ്റ്റെപ്പ് എടുക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആരോട് സംസാരിക്കുന്നു? നീ ഇപ്പോൾ ആയിരിക്കുന്ന ഭൗതിക സാഹചര്യം മാറിയിട്ട് ഏതാണ്ടൊക്കെ ചെയ്യുവാൻ നീ ഇങ്ങനെ കോപ്പ് കൂട്ടുകയാണ്, നടക്കത്തില്ല. മറിച്ച് ദൈവാത്മാവ് പറയുന്നു, ഇപ്പോൾ തന്നെ നിന്റെ സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ നീ കേന്ദ്രീകരിക്കുമെങ്കിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വന്നാൽ പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്നെ പ്രാപ്തനാക്കും. ഇപ്പോഴത്തെ നിന്റെ സകല ഫിസിക്കൽ സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യുവാൻ കർത്താവിന് സ്തോത്രം. അപ്പൊ ഭൗതിക സ്തോത്രം തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്യുവാൻ പുനരുദ്ധാന ശക്തി കൃപ തരും. കർത്താവിന് സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. So no physical situation is powerful enough to stop if you are empowered by the resurrection power. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചോട് ഉയർപ്പിച്ച പുനരുദ്ധാനത്തിന്റെ ശക്തി എന്നെയും നിങ്ങളെയും ആവസിച്ചാൽ, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മെ ശക്തരാക്കിയാൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, എന്നെ നിങ്ങളെ തടുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ലോകത്തിലെ ഒരു ഭൗതിക സാഹചര്യത്തിനും ലോകത്തിലെ ഒരു ശാരീരിക സാഹചര്യത്തിനും കർത്താവിന് സ്തോത്രം പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതലിനെ തടുക്കുവാൻ കഴിയത്തില്ല. കർത്താവിന് സ്തോത്രം. So focus on the resurrection power. Let's be empowered by the resurrection power. Let's be energized by the resurrection hope. ഈ പലക്കാലം പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ നമുക്ക് ഊർജം നൽകട്ടെ, പുനരുദ്ധാനത്തിന്റെ ശക്തി നമുക്ക് കരുത്ത് നൽകട്ടെ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ്, so that's the reason she took courage to go to the tomb. See, okay, now let me come to the second physical obstacle, second obstacle she overcame. രണ്ടാമത്തെ സ്തോത്രം തടസ്സം, അവളെ അതിജീവിച്ച രണ്ടാമത്തെ തടസ്സം എന്തായിരുന്നു? See, Mary overcame the psychological state. The second obstacle, the psychological state she was having during that particular situation. Verse 11 ഒന്ന് വായിക്കാം, 11-ാം വാക്യം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. 10 വായിച്ചേ. സോറി 11 അതിലൂടെ 9-ഉം 10 വായിച്ചേ. 9-ഉം 10
അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. താങ്ക് യു. സി, നമ്മൾ ഇവിടെ രണ്ടാമത് കാണുന്നത്, നമുക്കറിയാം മറിയ ഈ ഇരുട്ടുള്ളപ്പോൾ വന്നു, യേശുവിന്റെ കല്ലറയ്ക്ക് വന്നു. യേശുവിന്റെ കല്ലറ എം ടി ആണെന്ന് അറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്ന തിരിച്ചുപോയി. അവിടെ വായിക്കുന്ന അങ്ങനെ 2-ാം വാക്യത്തിൽ അവൾ തിരിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ശീമോൻ പത്രോസിനോടും മറ്റു ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, നമ്മുടെ കർത്താവിനെ അവിടെ കാണുന്നില്ല, അവന്റെ ടൂംബ് എം ടി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എം ടി ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവരെല്ലാം കൂടെ ഓടി വന്നു. പത്രോസും യോഹന്നാനും എല്ലാം ഓടി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, പത്രോസ് യോഹന്നാൻ എഴുതുന്നെങ്കിലും 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റേ ശിഷ്യൻ പത്രോസിനെ ഓവർകം ചെയ്തു. ഇത് മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാനെ തന്നെയാണ് പറയുന്നത്. തേർഡ് പേഴ്സണൽ പറഞ്ഞിരിക്കുന്നുള്ളൂ, യോഹന്നാനെ തന്നെ പറയുന്നത്. യോഹന്നാനെ സ്തോത്രം ഓടി വന്നുവെങ്കിലും ഈ 8-ാം വാക്യത്തിൽ എനിക്ക് ദൈവവചനത്തിന്റെ ഒരു ഹോണസ്റ്റി നോക്കി. നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവത്തിന്റെ വചനം എഴുതിയത് എന്നുള്ളതിന്റെ തെളിവ് നോക്കിയേ, ഹോണസ്റ്റി. ഈ 8-ാം വാക്യത്തിൽ ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തിയെന്ന് വിശ്വസിച്ചു. 7-ാം വാക്യത്തിൽ അറിയാം, പത്രോസ് ചെന്നിട്ട് എന്ത് ചെയ്തറിയാമോ? പത്രോസ് കണ്ടു. അപ്പൊ ശിമോൻ പത്രോസ് വന്നു, കല്ലറയിൽ കടന്നു. എന്ത് കണ്ടു? സ്തോത്രം, കല്ലറ എം ജിയാണ്. യേശുവിനെ മുഖമൊക്കെ തലയൊക്കെ മൂടിയ ആ ശീലകൾ അതെന്തെന്നറിയാമോ? ചുരുട്ടി വെച്ചിരിക്കുന്നു, നന്നായിട്ട് മടക്കി വെച്ചേക്കുന്ന കണ്ടു. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? യേശുവിന്റെ ഈ കല്ലറ കണ്ടിട്ട് ഈ ശിഷ്യന്മാർ ഓടി വരുന്നു. പത്രോസ് ആദ്യം കണ്ടു, അതിനുശേഷമാണ് യോഹന്നാൻ കണ്ടതെന്ന്. ഓടി വന്നത് ആദ്യം ആരാ? യോഹന്നാൻ. പക്ഷേ പത്രോസ് ആദ്യം കണ്ടിട്ട് രണ്ടാമതാ യോഹന്നാൻ കണ്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അത് മാത്രമല്ല, അതും എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ തെറ്റാ. അതുവരെ അവർ അറിഞ്ഞില്ലെന്നാ എഴുതിയേക്കുന്ന. അറിഞ്ഞില്ലെന്നുള്ളതല്ല, മനസ്സിലാക്കിയില്ലെന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെന്ന്. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകും. വേഴ്സ് 9, ആ സമയം വരെ അവർക്കത് മനസ്സിലായില്ലെന്ന. യു ലുക്ക് ഇൻ ടു ദാറ്റ്. They yet, you see, yet they did not understand. Means even after seeing the shrouds and the faces, and folded, kept in a very nice way, and the tomb is empty, yet they could not understand that Jesus was risen. See, അതായത് എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലെന്ന യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്. സ്തോത്രം. ഇത്ര എല്ലാം കേട്ടിട്ടും. അപ്പൊ അതാ ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ ദുഃഖം തോന്നിയാലും ആശ്വസിക്കുന്നില്ല. ദൈവമേ, ചിലപ്പം തോന്നും, ദൈവമേ ഇത്ര എല്ലാം പ്രസംഗിച്ചിട്ടും 16 വർഷമായിട്ട് പ്രസംഗിക്കുന്നു, 10 വർഷമായിട്ട് പ്രസംഗിക്കുന്നു, 5 വർഷമായിട്ട് പ്രസംഗിച്ചിട്ടു ഇവർക്ക് മനസ്സിലായെന്ന്. ആശ്വാസം വരുന്നത് ഇതാണ്. ഞാൻ ആശ്വസിക്കും, തമ്പുരാനെ, നിന്റെ കൂടെ 3.5 വർഷം കൊണ്ട് നടന്നിട്ട് ഇത്രയും പ്രസംഗിച്ചിട്ടും എത്ര ആഴ്ച പറഞ്ഞു ഞാൻ കൊല്ലപ്പെടും, 3-ാം നാൾ എഴുന്നേറ്റ് വരും, എന്നിട്ട് ഈ പാവങ്ങൾക്കൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം പിന്നെ നമ്മുടെ കാര്യം പറയണം. കർത്താവിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് അവർ ഗ്രഹിച്ചില്ല, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഗ്രഹിച്ചില്ല. കർത്താവിന് സ്തോത്രം. അതാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നോക്കുക, ഞാൻ പറഞ്ഞത് അടുത്ത 3-ാമത് എഴുതിയിരിക്കുന്നു, അവരെല്ലാം വീട്ടിലേക്ക് പോയി. 10-ാം വാക്യം, എല്ലാവരും വീട്ടിലേക്ക് പോയി. എന്നിട്ട് 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മേരി മാത്രം കല്ലറയ്ക്ക് ഇന്ന് കരഞ്ഞു. മറിയ മാത്രം അവിടെ ഇന്ന് കല്ലറയ്ക്ക് കരഞ്ഞു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നോക്കിയേ, യോഹന്നാനാണ് ഇത് എഴുതുന്നത്. ഒരു പുരുഷൻ യോഹന്നാനാണ് എഴുതുന്നത്. ഒരു യഹൂദ പുരുഷനാണ് എഴുതുന്നത്. യഹൂദ പുരുഷനായിരുന്നു എഴുതിയെങ്കിൽ ഇങ്ങനെ എഴുതത്തില്ലായിരുന്നു. നോക്കി, ഇവിടെ ഓണസ്റ്റായിട്ട് സമ്മതിക്കുക. മുമ്പേ ഓടിയൊക്കെ വന്നു. 1-ാമത് യോഹന്നാൻ സമ്മതിക്കുന്നേ. യോഹന്നാൻ പറഞ്ഞു, മുമ്പേ ഓടി വന്നു. നമ്മളായിരുന്നു എഴുതിയപ്പം ഞാൻ മുമ്പേ ഓടി വന്നു. പിന്നെ ഒരു ന്യൂട്രൽ നമ്മളങ്ങ് പറഞ്ഞേനെ. പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ തന്നെ ഇത് കണ്ടതും എടുത്തതും, എനിക്ക് തന്നെ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതും. നിങ്ങൾ നോക്കിയേ, ഒരു പുരുഷനായിട്ട്, യഹൂദ പുരുഷനായിട്ട്. സ്തോത്രം. യോഹന്നാൻ പ്ലെയിനായിട്ട് പറഞ്ഞതിന്റെ കാരണം എന്നറിയാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. ദൈവവചനത്തിന്റെ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് യോഹന്നാൻ പ്ലെയിനായിട്ട് എഴുതി വെക്കുകയാണ്. ഞങ്ങൾ ഓടി വന്നു,
ആദ്യം സ്ത്രീകളാ പോയെ, ഞങ്ങളല്ല, സ്ത്രീകൾ ആദ്യം പോയി. മേരി ആദ്യം പോയി. ഒരു മടിയും കൂടെ അവിടെ പേരും മെൻഷൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, നമ്മളാണ് സ്ത്രീയുടെ പേരൊക്കെ പറയിച്ചിട്ട് ബുദ്ധിമുട്ടാ അല്ലേ, പേര് പറഞ്ഞു സ്ത്രീയുടെ. ഞങ്ങള് ആദ്യം ഓടിയെത്തിയെങ്കിലും യോഹന്നാൻ പറഞ്ഞു, പത്രോസ് ആദ്യം കണ്ടു, ഞാൻ രണ്ടാമതാകണ്ടേ. അവിടെ കൊണ്ട് നിർത്തിയില്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്നിട്ടും ഗ്രഹിച്ചില്ല. അതും തുറന്നു പറഞ്ഞു, അഡ്മിറ്റ് ചെയ്തു, പ്ലെയിനായിട്ട് അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറയാണ്, പ്ലെയിനായിട്ട് അഡ്മിറ്റ് ചെയ്തു, ഞങ്ങളെല്ലാം വീട്ടിൽ പോയി. ആ സ്ത്രീ ഒറ്റയ്ക്ക് അവിടെ നിന്നു കല്ലറയ്ക്കൽ. നമ്മളൊക്കെ ആണെങ്കിൽ ഇത് ഞാൻ പറയും, ഇന്നത്തെ ഗ്രന്ഥകർത്താക്കന്മാർ ആരിലും ആയിരുന്നെങ്കിൽ ഇതെല്ലാം അങ്ങ് കവർ ചെയ്തിട്ട് എഴുത്തുള്ളായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത് കൊണ്ടാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലായാലും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നറിയാമോ, നമുക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ലേ നമ്മൾ ഏതാണ്ട് മെച്ചമാണെന്നും നമ്മൾ മിടുക്കനാണെന്നും നമ്മൾ പെർഫെക്റ്റ് ആണെന്നും ബാക്കിയുള്ളവരെല്ലാം ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിന് സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഓക്കെ, അതും വിഷയമല്ല, മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ ദൈവാത്മാവ് ഞാൻ രേഖപ്പെടുത്തുന്നു, മേരി ഒറ്റയ്ക്കായിരിക്കുന്നു ഇവിടെ. സി, മറിയ ഒറ്റയ്ക്ക് നിന്ന് കല്ലറയ്ക്കൽ കരയുന്നു. സി, യു ലുക്ക് ഇൻ ടു ദി state of psychological state of Mary Magdalene. Even though the rest of the disciples left her alone, she was not complaining, and she was not, groaning. She was not mourning. She was not returning back, and she stood there alone. You see, let me tell you, sometimes God allows us to go through such psychological state of life. Some days we may be left alone. God sometimes allows loneliness in our life. You know what is the reason why? Don't waste. If God allows loneliness in our life, don't murmur, don't complain, don't waste. It was the best opportunity for her to experience something unique that she never experienced in her life. See, sometimes God leaves us to be alone. Why? Because that is the best opportunity for us to experience some unique revelation and experience in our life. Enda sambhaviche? What happened here? See, and that is why she became the first person. She became the first person in the whole history of humanity who saw the risen Lord. Not John, not Peter, not James, not Paul, but Mary Magdalene is the first person saw the resurrected Lord. You see the reason she was left alone. So dear children of God, so we many times, use the lonely experiences, complaining, to add up our complaints, to heap up our, all our past pains, disappointments, complaints, and we become a heap of complaints in loneliness. But you see that a true child of God, sometimes God allows loneliness in our life. That is the best time you and me can experience something that we never experience when we are in the company of other people. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരൻ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? മേരി ഒറ്റയ്ക്കായി. അവക്ക് കൂട്ടുകൊടുക്കേണ്ട ആരും ഇവിടെ ഇല്ല. അവർക്ക് കൂട്ടുകൊടുക്കേണ്ട പത്രോസും യോഹന്നാനും എല്ലാം അവളെ വിട്ടുപോയി. അവൾ ഒറ്റയ്ക്കായെന്ന് എഴുതിയിരിക്കുക. അവരെല്ലാം വീട്ടിൽ പോയി. അവൾ ഒറ്റയ്ക്ക് നിങ്ങൾ നോക്കിയേ, ഞാൻ ഓർക്കുകയായിരുന്നു, എന്തൊരു ക്രൂരത. ഇന്നായിരുന്നേ എന്തോ ഇതിന്, ഇന്നായിരുന്നേ പത്രോസിന്റെ യോഹന്നാനും കൂടെ ആരെങ്കിലും നിൽക്കുമോ? ഒരു മനുഷ്യൻ നിൽക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഇന്നായിരുന്നെങ്കിൽ അവിടെ മുഴുവൻ ബഹളമായന്. കർത്താവിന് സ്തോത്രം. എന്നാൽ പത്രോസിനെയും യോഹന്നാനെയും ഞാൻ വിശ്വസിക്കുന്നു ദൈവാത്മാവ് അനുവദിച്ചു വീട്ടിൽ പോകാൻ. ദൈവാത്മാവ് അനുവദിച്ചു വീട്ടിൽ പോകാൻ. ഒരു വീട്ടിൽ പോയി നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? പക്ഷേ ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഈ പത്രോസ് യോഹന്നാൻ എത്ര ക്രൂരരായിട്ടൊന്നുമല്ല.
എൻ്റെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്, എൻ്റെ പൂർണ്ണമായ വിശ്വാസം അവരറിഞ്ഞോണ്ടല്ല, അവരറിയാതെ ദൈവാത്മാവ് അവരെ പുഷ് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോഴൊക്കെ നാം അറിയാതെ നാം ചിലപ്പം ചിന്തിക്കത്തില്ല, അയ്യോ എന്താ അങ്ങനെ സംഭവിച്ചേ, അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു. ചിലപ്പോൾ ചിന്തിക്കാറില്ലയോ, ദൈവം അനുവദിച്ച ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഒറ്റപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ, ഒറ്റയ്ക്കായിരിക്കേണ്ട സാഹചര്യങ്ങൾ, ചില ഏകാന്ത അനുഭവങ്ങൾ. എന്തിനാണെന്ന് അറിയാമോ? സ്തോത്രം. ആ അനുഭവത്തിന്റെ പിന്നിൽ നമുക്കറിയാം എന്ത് സംഭവിച്ചു. ചരിത്രത്തിൽ ആർക്കും ലഭിക്കാത്ത അസുലഭമായ ഒരു പ്രിവിലേജ് ഈ സഹോദരിക്ക് ലഭിച്ചു, മേരിക്ക് ലഭിച്ചു. എന്ത് നമുക്കറിയാം? പുനരുദ്ധാനം ചെയ്ത യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് താൻ ഏറ്റവും സ്നേഹിച്ച യോഹന്നാനല്ല, താന് സ്തോത്രം തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവർക്കല്ല, അന്ത്രയോസിനോ പത്രോസിനോ അല്ല. യേശു, പുനരുദ്ധാനം ചെയ്ത യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയാണ്. ആ സുലഭ നിമിഷം അവൾക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ അവൾ കടന്നുപോയേ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ചിലപ്പോൾ സ്തോത്രം എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുന്ന, നാം ഒറ്റപ്പെടുന്ന, എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തുന്ന, ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ട, ഒറ്റയ്ക്കായിരിക്കേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം അനുവദിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വ്യാകുലപ്പെടരുത്, പരാതിപ്പെടരുത്. നമ്മളാണ് വീണ്ടും പരാതിപ്പെട്ടിയായിട്ട് അങ്ങ് മാറും, പരാതിയോട് ഒരു കൂമ്പാരമായി മാറും. എന്നാൽ സ്തോത്രം, മേരി അവിടെ തന്നെ നിന്ന്, കർത്താവിന്റെ കല്ലറയ്ക്ക് തന്നെ നിന്ന്, തിരിഞ്ഞു പോകാതെ, ഓടി പുറകോട്ട് പോകാതെ, അവരോട് നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവുകയാണെന്ന് പരാതി പറയാതെ, കർത്താവിന് സ്തോത്രം അവിടെ തന്നെ നിന്നതുകൊണ്ട് ആർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേക അനുഭവങ്ങൾക്കുണ്ടായി. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഉള്ളപ്പോൾ ലഭിക്കുന്ന അനുഭവമല്ല, ചില പ്രത്യേക സ്തോത്രം ദൈവിക അനുഭവങ്ങൾ നമുക്ക് ലഭ്യമാക്കുവാൻ, ചില പ്രത്യേക പ്രിവിലേജസ് ദൈവം നമുക്ക് നൽകുവാൻ, ചില പ്രത്യേക പദവികൾ നൽകുവാൻ, ചില പ്രത്യേക അനുഭവങ്ങൾ നൽകുവാൻ, പ്രത്യേക ഹല്ലേലൂയ മറ്റാർക്കും അനുഭവ്യമല്ലാത്ത ചില പ്രത്യേക അനുഭവങ്ങൾ നാം അനുഭവിക്കുവാൻ കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ ഹല്ലേലൂയ കടത്തിവിടുന്ന സ്തോത്രം വേദനാജനകമായ ചില സാഹചര്യങ്ങൾ, മാനസിക അവസ്ഥകൾ, കർത്താവിന് സ്തോത്രം. അത് എന്തിനാണ്? മറന്നുപോകരുത്, അത് പാഴാക്കരുത്. കർത്താവിന് സ്തോത്രം. ഞാൻ ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധത്തിലെ ഏറ്റവും അവർണ്ണനീയമായ ദൈവിക അനുഭവങ്ങളും സ്തോത്രം ദൈവിക കൂട്ടായ്മയും അനുഭവിച്ചിട്ടുള്ളത് സ്തോത്രം എൻ്റെ ഏകാന്തതയിലാണ്. ഇന്ന് പലക്കാലം സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം അനുവദിച്ച് ചില ക്രൂശീകരണങ്ങൾ നടക്കും. ദൈവം അനുവദിച്ച് ചിലപ്പോൾ ശ്മശാനത്തിന്റെ അനുഭവങ്ങൾ, ദൈവം അനുവദിച്ച് ചില കല്ലറയുടെ അനുഭവങ്ങൾ, ദൈവം അനുവദിച്ച് ചില ഏകാന്തതയുടെ അനുഭവങ്ങൾ. എന്തിനാണെന്ന് ചോദിച്ചാൽ സ്തോത്രം, എല്ലാവരും ഉള്ളപ്പോൾ നിനക്ക് അനുഭവിപ്പാൻ കഴിയാത്തതായ ചില ദൈവിക അനുഭവങ്ങൾ, ചില ദൈവിക വെളിപ്പാടുകൾ, ചില ദൈവിക ദൂതുകൾ, ചില ദൈവിക സ്തോത്രം സാന്നിധ്യം നീ ശ്രേഷ്ഠമായി അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നവ. പാഴാക്കരുത്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ മറിയയ്ക്ക് ലഭിച്ചത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. Mary overcame the psychological state. She was all alone, but God, hallelujah, allowed that she had to go through that situation, that painful situation, that lonely situation, so that she was able to experience a special, distinctive, unique experience of the Lord, that she saw the resurrected Lord as the first one, hallelujah, in the history of humanity. മാനവ ചരിത്രത്തിലെ സ്തോത്രം hallelujah ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലൂടെ കർത്താവിന് സ്തോത്രം. So if the resurrection hope comes upon our life, we will overcome any psychological state. സ്തോത്രം ഏതു വലിയ മാനസിക അവസ്ഥയും തരണം ചെയ്യുവാൻ നമ്മെ കരുത്തുള്ളവരാക്കുന്നതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി.
പുനരുത്ഥാനത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശ. കർത്താവ് സ്തോത്രം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അടുത്ത കാര്യങ്ങൾ ഞാൻ ഓടി വെച്ച് പറഞ്ഞു പോകാം. തേർഡ് വൺ, the third obstacle she overcame. മൂന്നാമത്തെ തടസ്സം മേരി ഓവർകം ചെയ്തത്, മറിയ ഓവർകം ചെയ്തത്. വേഴ്സ് 15 ഒന്ന് വായിക്കാം. വേഴ്സ് 15, 15-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. Thank you. See what we see here. Third thing, she overcame the personal limitation. She overcame the personal limitation. So resurrection power empower us, enable us to overcome our personal limitation. So you know the story here. She is a lady, and now, Jesus is appearing to her, but she thought that he is a gardener. And that is what, but you see, she is asking something to Jesus, but she did not realize it was the resurrected Jesus. You look into the phrase, what she says that, sir, would you please allow me, if you show me the place, I can carry him to another place, another safe place. You see that? She says that, I am willing to carry him. You know, do you think that, is it out of sense? Is it possible? Can a lady carry the dead body of a fully built man? It is not possible. You know what prompted her then? She said, I am willing to do an impossible task of carrying the dead body of a fully built man. കർത്താവിന് സ്തോത്രം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവളെന്തോ പറയുന്നത്? ഇവള് നമ്മുടെ ഭാഷ പറഞ്ഞ് വല്ല സുബോധത്തിലാണ് ഇവള് പറഞ്ഞ്. ഇവള് ഇദ്ദേഹത്തോട് പറയും, യേശു ആണ് ഇവക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഇവക്ക് മനസ്സിലാവുന്നില്ല. ഇവള് വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. ഇവൾ ഈ തോട്ടക്കാരോട് എന്താ പറഞ്ഞ്? യജമാനെ, എവിടെയാണ് അവനെ വെച്ചത് പറഞ്ഞാൽ ഞാൻ അവനെ എടുത്തോണ്ട് പോകാന്ന്, ക്യാരി ചെയ്യാൻ. അല്ലെ നാട്ടുകാരെ രണ്ടുപേരെ എൻ്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചു കൊണ്ടുവന്നല്ല, ശിശുമാരെ വിളിച്ചു കൊണ്ടുവന്നല്ല, ഞാൻ അവനെ എടുത്തോണ്ട് പോകാന്ന്. നോക്കിയേ, ആരെ പറയുന്നൊരു സ്ത്രീ? നിങ്ങൾ വിചാരിക്കും നടക്കുന്ന കാര്യമാണോ? ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ഫുള്ളി ബിൽറ്റായ ഡെഡ് ബോഡിയാ. ആ ഡെഡ് ബോഡിക്ക് ആര് നമുക്കറിയാം? സ്വോത്രം. ഡെഡ് ബോഡി ആകുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ 3 ദിവസമായി. അപ്പൊ ഈ അവിടെ എന്താ പറയുന്ന പോലെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയുന്നില്ല. സ്വോത്രം. എന്തുകൊണ്ട് അവള് പറഞ്ഞ് എന്താ പറഞ്ഞെന്ന് അറിയാമോ? ഈ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ അവൾക്ക് വരുന്നത് കാരണം അവൾക്കറിയാം എന്തോ സംഭവിച്ചു. എംറ്റി ടോംബാണ്. പക്ഷെ അവളുടെ ഉള്ളിൽ ഈ ഒരു ചിന്തയുണ്ട്, എന്റെ നാഥൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് നോക്കി, ഇല്ലെങ്കിൽ ശിശുമാരോടൊപ്പം തിരിച്ചു പോയനെ. എന്തോ ഒരു ചിന്ത, എന്തോ നടന്നിട്ടുണ്ട്. എംറ്റി ടോംബാണ്, ശൂന്യമായ ഈ കല്ലറയാണ്. എന്റെ നാഥനിങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അവനൊരു പക്ഷേ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അവന്റെ ബോഡി മാറ്റി വെച്ച് എന്തോ ആലും ആകട്ടെ, ഇവിടെ ഞാനൊരു ലേഡിയാണെന്നുള്ള ചിന്ത മറന്നുപോയി. അവിടെ വ്യക്തിപരമായ ലിമിറ്റേഷൻ അവൾ മറന്നുപോയി. ഞാനൊരു സ്ത്രീയാണെന്നും എന്റെ ശക്തി ഇത്രയേ ഉള്ളെന്നും അവൾ മറന്നുപോകാൻ കാരണം എന്താണെന്നറിയാമോ? അവളൊന്നും റിസ്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല. അവിടെ വ്യക്തിപരമായ പരിമിതികൾ നോക്കിയായിരുന്നെങ്കിൽ, മൂന്നാമത്തേതാണ് വ്യക്തിപരമായ പരിമിതികൾ ഓവർകം ചെയ്യുവാൻ പരിശുദ്ധ കരുത്തു നൽകുന്നേ. അവൾ ഈ പുനരുദ്ധാനത്തിന് ചിന്ത വന്നപ്പോൾ അവൾ തന്നെ മറന്നു. യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള ഭക്തി, യേശു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ചിന്ത, ഇതെല്ലാം വന്നപ്പോൾ ഞാനൊരു സ്ത്രീയാണെന്നും ഇതൊന്നും എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോന്നൊന്നും ചിന്തിച്ചില്ല. ഇത് നിമിത്തം അവിടെ ഇനബിലിറ്റി അല്ല അവൾ നോക്കിയത്. കർത്താവിന് സ്തോത്രം. ആ പുനരുദ്ധാനത്തിന്റെ ചിന്ത, കർത്താവിനോടുള്ള സ്നേഹം, അത് എൻകറേജ് ചെയ്തിട്ട് എന്തെന്നറിയാമോ? അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം എന്നവന്. കർത്താവിന് സ്തോത്രം. She failed to understand. She is a lady. She cannot carry the body of Jesus Christ. Then what prompted her? If she had calculated the risk of her own personal limitation, she would not have taken such a step or statement. She made such a bold statement.
why the hope of resurrection and her deep love for the master prompted her, energized her, and encouraged her, equipped her to make such a, hallelujah, take such an impossible task. Dear children of God, see, if you and me think that if I have that ability, if I have this ability, if I have that skill, if I have this skill, I could have done so much for the Lord. No, nothing will happen. But if you focus on the Lord, if you can believe in the resurrection power, when the resurrection power will come upon us, hallelujah, the resurrection power will empower us to overcome our personal limitation. The people who are looking for they are calculating the risk based on their physical limitation, can do nothing for the kingdom of God. ഈ പൽക്കാലം ഒരു കാര്യം ഞാൻ പറപ്പിച്ചു പറയട്ടെ, കർത്താവിന് സ്തോത്രം. തങ്ങളുടെ സ്തോത്രം കഴിവുകളെയോ തങ്ങളുടെ കഴിവുകേടുകളെയോ ഒക്കെ നോക്കി നിൽക്കുന്നവർക്ക്, അത് നിമിത്തം റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നവർക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പ്ലെയിൻ ആയിട്ട് അഡ്മിറ്റ് ചെയ്തുകൊണ്ട്, കർത്താവേ എന്റെ ലിമിറ്റേഷൻ ഇതാണ്, എന്റെ കഴിവുകേടുകൾ ഇതാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ഇതെല്ലാം പരിമിതികളുണ്ട്, ഞാൻ അതിലെല്ലാം നോക്കുന്നത്. ഹല്ലേലൂയ. അങ്ങ് പുനരുദ്ധാനം ചെയ്ത കർത്താവാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ നോക്കി പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലെ, നിന്റെ പരിമിതികൾക്കപ്പുറമായി അതിനെ ഓവർകം ചെയ്ത് അതിനെ ശക്തനാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. Hallelujah. See, our love for Christ, നമുക്ക് കർത്താവിനുള്ള നമ്മുടെ സ്നേഹം, കർത്താവിനുള്ള നമ്മുടെ ഭക്തി അല്ല. നമ്മുടെ ചിലവിലേക്ക് ആരോഗ്യം ഉണ്ടായിട്ടാ ചുമ്മാന്നേ സ്തോത്രം. ചിലവിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്തോത്രം? എത്രയോ ഭക്തന്മാർ വിശ്വാസത്താൽ എത്രയോ സ്തോത്രം അവരുടെ പൈസ കണ്ടിട്ടാണോ? പൈസ ഉള്ളവരൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എഴുതിയിട്ടു പൈസ ഉള്ളവരെ കൊണ്ടല്ലെന്നേ. ദൈവം നടത്തിച്ചത് മുഴുവൻ ഈ 12 ശിഷ്യന്മാർ കാശുണ്ടായിട്ടാണോ? അല്ല. നിങ്ങൾ ചരിത്രം നോക്കിയേ, ക്രിസ്ത്യൻ ഹിസ്റ്ററി നോക്കിയേ, പൈസ ഉള്ളവരൊന്നും കൊടുക്കത്തില്ലെന്നേ. പൈസ കാരണം ദൈവത്തിന് ഒരുത്തനും മഹത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഒരുത്തനും പുകഴരുത്, ഒരുത്തനും പുകഴരുത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരെ തെരഞ്ഞെടുക്കുന്ന ദൈവം, സമ്പത്തുള്ളവരെ ലജ്ജിപ്പാൻ പാവപ്പെട്ടവനെ തെരഞ്ഞെടുക്കുന്ന ദൈവം, വാഗ്മിയെ ലജ്ജിപ്പിക്കാൻ വാക് സാമർത്ഥ്യം ഇല്ലാത്തവനെ തെരഞ്ഞെടുക്കുന്ന ദൈവം, അങ്ങനെയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഈ പൽക്കാലം ഒറ്റ 2 കാര്യം മതി. കർത്താവിനെ ആഴത്തിൽ സ്നേഹിപ്പാനുള്ള ഒരു മനസ്സും, കർത്താവിന് സ്തോത്രം, സ്വന്തം പരിമിതികളും സ്വന്തം അവസ്ഥകളും നോക്കാതെ കർത്താവിന് സ്തോത്രം ദൈവകൃപയിൽ ആശ്രയിപ്പാൻ ഹല്ലേലൂയ ഒരു മനസ്സും. ഇത്ര മതി. അവരെ കൊണ്ടേ കർത്താവിനെ ചെയ്തെടുക്കത്തുള്ളൂ. അത് എവിടെയായാലും അങ്ങനെയാണ്. Let me tell you, God will accomplish all kingdom purposes, not with the people who trust in their skills, not in their ability, not in their education, not in their money, not in their hallelujah physical features, but anybody who says that, Lord, I have no ability, I have no skill, I have all my limitation, but here I am. Lord, I love you deeply and I have a passion to do something for you. Have the passion to do something for the Lord and have a deep, hallelujah, committed love for Christ. That is more than enough for you so that God can use you. കർത്താവിനെ ആഴത്തിൽ സ്നേഹിപ്പാനുള്ള ഒരു മനസ്സും, കർത്താവിന് വേണ്ടി സ്നേഹം നിമിത്തം, പേരിന് വേണ്ടിയല്ല, കർത്താവിനോടുള്ള സ്നേഹ നിമിത്തം എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു മനസ്സിന്റെ ആവേശവും, ഇത് രണ്ടും പരിഭാവനമാണെങ്കിൽ കർത്താവിന് സ്തോത്രം. സഹോദര, ദൈവം തന്നെ ഉപയോഗിക്കും, സഹോദരി തന്നെ ഉപയോഗിക്കും, കുഞ്ഞെ തന്നെ ഉപയോഗിക്കും. Dear children of God, I want to talk to young people and the child kids. Hallelujah. Oh, if child of God, I want to talk to the children. Some children I feel within my spirit, and you are comparing yourself with somebody else, and you think that I don't have the ability to sing like so and so. I am not a singer. I cannot sing like so and so, and I don't have any musical instrument skills. Hallelujah. You may think that I don't have the ability like so and so. God says that has no value in the kingdom. But if you can say tonight, this morning, Lord, I love you deeply, I have a mind to love you deeply, and if you can say the Lord,
I come to your presence. I have a passion to do something for you. I don't know what it is. Even if it is a cleaning, even if it is a simple thing, Lord, I am willing to do anything. Hallelujah. It may be simple before the people, Lord. I have a passion to do something for the Lord. That is more than enough. I want to tell you, God can do something through you that Peter cannot do. God used Mary. Hallelujah. That Peter could not do. John could not do. That's the fourth thing. നാലാമത്തെ കാര്യം, സമയം പോകുന്നുവെങ്കിലും വേഗത്തിൽ അത് പറഞ്ഞ് ഞാൻ നിർത്തിക്കോട്ടെ. 18-ാം വാക്യം, വേഴ്സ് 18. ഒന്ന് വായിക്കും, വേഴ്സ് 18. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. Okay, thank you. See, we know that what happens here. The Lord Jesus is, now we know that in verse 17, Jesus is, listen me carefully. Jesus assigned Mary Magdalene a unique task, a unique privilege. For the first time, the resurrected Lord assigned the task to share the good news of resurrection to a lady, Magdalene, without any previous other background. And Jesus said, you go and talk to my brothers, to the 12 disciples. The 12 disciples communicated the gospel to the rest of the world. You see, the apostles shared the gospel to the rest of the world. But apostles received the good news of resurrection through a lady, Mary. Hallelujah. Fourth obstacle, overcoming the cultural barrier. എന്താണ് അതിജീവിച്ചത്? ആ നാട്ടിലെ അന്നത്തെ സാംസ്കാരിക അതിർത്തികളാണ് സ്വത്രം യേശു ക്രിസ്തു മറിയെ കൊണ്ട് സ്വത്രം അതിനെ അതിജീവിപ്പാൻ ശക്തിയാക്കിയത്. അന്നത്തെ നാട്ടിൽ സാധാരണമല്ല. യേശു ഉയർത്തെഴുന്നേറ്റമുള്ള വലിയൊരു ന്യൂസാണ്, ഗുഡ് ന്യൂസാണ്. അത് അന്നത്തെ സംസ്കാരം അനുസരിച്ച് ഒരു ലേഡിയല്ല പറയേണ്ടിയേ, ഒരു ഭയങ്കര ന്യൂസാ. അതൊരു പുരുഷനാ പറയേണ്ടിയേ. യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരിൽ ഒരാളല്ലേ പറയേണ്ടിയത്. പക്ഷേ യേശു ക്രിസ്തു സുവിശേഷം, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം 12 ശിഷ്യന്മാരോട് പറയുവാൻ ദൈവം നിയോഗിച്ചത് ഒരു സ്ത്രീയാണ്. ആ 12 ശിഷ്യന്മാർ പുരുഷന്മാരാണ്. അല്ലെ, അവരും നമുക്കറിയാം ബാക്കിയുള്ള അപ്പോസ്തലന്മാർ 11 ശിഷ്യന്മാരും ബാക്കി ദൈവം തെരഞ്ഞെടുത്തവരുമാണ് തുടർന്നുള്ള അന്നത്തെ ലോകത്തോട് സുവിശേഷം അറിയിച്ചത്. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള സുവിശേഷം സ്വത്രം ഒരു വിധത്തിൽ പറഞ്ഞാൽ അറിയിക്കുവാൻ, തന്റെ ശിഷ്യന്മാരോട് അറിയിക്കുവാൻ, സഭയോട് അറിയിക്കുവാനുള്ള ദൂത് ദൈവം ആദ്യം വരമേൽപ്പിച്ചത് ഒരു സ്ത്രീയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, 2 കാര്യം പറഞ്ഞ് നിർത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുനരുദ്ധാനത്തിന്റെ ശക്തിയാ നമ്മളെ നിറച്ചു കഴിയുമ്പോൾ അറിയോ, ഇവൻ എല്ലാ കൾച്ചറൽ ബാരിയറും മാറും, എല്ലാ ജെൻഡർ ബാരിയറും മാറും. 2 കാര്യം. ഇനി ഒരു കാര്യം കൂടെ പറയാം. സി, ഇവിടെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്നറിയാമോ, നമ്മുടെ ശാരീരിക ഫിസിക്കൽ ഈ ശാരീരിക ബുദ്ധി കൊണ്ടാണ് ഇതൊക്കെ നോക്കുന്നത്. ഇനി എന്നോടൊപ്പം ഒന്ന് ചിന്തിച്ച്, ഇന്നത്തെ ഏതെങ്കിലും സ്ത്രീകളാണെങ്കിൽ, ഇതൊരു ദൂതാ, വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നു എന്ത് ചെയ്താനറിയോ, ഇതൊരു വലിയ വടക്കുണ്ടായേനെ. ഏതാ ഈ 12 പേരെടുത്ത് അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞേനെ, നിങ്ങളറിയാവോ, നിങ്ങൾ 12 പേടിത്തൊണ്ടികള് അവിടെ വന്നിട്ട് പോയി, നിന്നെയൊക്കെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് എന്നാ ഗുണമാ, ഈ കർത്താവിന് ഒരു തെറ്റുപറ്റിയാന്നാ തോന്നിയേ. പക്ഷേ നീയൊക്കെ തോറ്റുപോയി, 12 പോയില്ലേ. നീയൊക്കെ ഇറങ്ങിയപ്പം ഞാൻ കല്ലറ പോയി, നീ എല്ലാം പേടിച്ചു മടങ്ങി വന്നപ്പോൾ എന്നിട്ട് കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട എനിക്കാണ്. അതുകൊണ്ട് ന്യായമായും നമ്മുടെ ഗ്രൂപ്പിന്റെ ലീഡർ ആരായിരിക്കണം? ഞാനായിരിക്കണം. കാരണം യേശു സ്വത്രം ആദ്യമായിട്ട് ഈ പ്രത്യക്ഷപ്പെട്ടത് എനിക്കാണ്. അത് മാത്രമല്ല, ഈ ദൂത് അറിയിക്കാൻ നിയോഗം നേരിട്ട് ലഭിച്ചതും എനിക്കാണ്. അതുകൊണ്ട് ഞാൻ ആയിരിക്കും 101 പേരുടെ എന്ത് ചെയ്യുന്നറിയോ, മിസ്സസ് മേരി മഗ്ദലീനെ പാസ്റ്റർ, സോറി, I don't know what. See, ഇന്നത്തെ ഫെമിനിസ്റ്റ് ചിന്തയൊക്കെ അവിടെയാണ് നമ്മൾ നോക്കണം.
അവിടെ സംഭവിക്കുന്നത് ഇവളെ ബുദ്ധി കൊണ്ടൊന്നും ചെയ്തില്ല. പുനരുത്ഥാനത്തിന് ശക്തി നിറഞ്ഞവളായി അവൾക്ക് ധൈര്യം പകർന്നു. അന്നത്തെ കൾച്ചറിൽ ഭയങ്കര റെവല്യൂഷണറി സ്റ്റെപ്പ് അവളെടുത്ത്. അതിന്റെ കാരണം കർത്താവ് പറഞ്ഞോട് മാത്രം. അവളെടുത്തു, അടുത്ത് ചെന്നു. എന്നിട്ടോ ഈ ശിഷ്യന്മാരാരും അവളെ അവിശ്വസിച്ച് അവളെ ക്രിട്ടിസൈസ് ചെയ്ത് അവളെ സ്വത്രം തട്ടിയെറിഞ്ഞില്ല. എഴുതിയിരിക്കുന്നു, അവിടെ വാക്ക് വിശ്വസിച്ചു അവര്. കർത്താവിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ ബുദ്ധിയൊന്നും വേണ്ടാനേ. ദൈവം ഭംഗിയായിട്ട് ചെയ്യും. സ്തോത്രം. ഓവർകം ചെയ്യേണ്ട എല്ലാ ബാരിയേഴ്സും മാറ്റും. പക്ഷെ നമ്മള് ഈ മേരിയുടെ സ്ഥാനത്ത് നമ്മള് പ്രശ്നം ഇതാ. നമ്മളെ പലരും ദൈവം ഉപയോഗിക്കാത്തതിന്റെ വിഷയം ഇതാണ്. എന്താണെന്നറിയാമോ? നമ്മളെ വല്ലതും ദൈവം ഉപയോഗിച്ചാൽ പിന്നെ നമ്മള് അവിടുത്തെ രാജാവാ. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. നമ്മളെല്ലാം കർത്താവിന്റെ സേവകർ മാത്രമാണ്. വീട്ടിലാകട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതോ നമുക്ക് ആ മനോഭാവം വേണം. കുഞ്ഞുങ്ങളാകട്ടെ, രണ്ട് കാര്യം നമുക്ക് വേണം. ഒരു കുഞ്ഞായാലും ശരി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ശക്തീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം നടക്കുന്ന ഒരു കുഞ്ഞാണ് നമ്മുടെ വീട്ടിലെ മോളാന്നിരിക്കട്ടെ, മോനാന്നിരിക്കട്ടെ. നമ്മളോട് പറയുമ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദം അതനുസരിപ്പാൻ ഒരു മനോഭാവം, അത് ഏറ്റെടുക്കുവാൻ ഒരു മനോഭാവം. ഒന്ന്, കർത്താവിന് സ്തോത്രം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുക. വേറെ ഒന്നും അവിടെ കൊണ്ടുവരുന്നത് കർത്താവിന് സ്തോത്രം. രണ്ട്, നമ്മൾ തിരിച്ചറിയുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരുന്നെങ്കിൽ, പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് നമ്മൾ നിയന്ത്രിക്കുന്നെങ്കിൽ എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ ഓവർകം ചെയ്തോളൂ. നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നിനും പോകണ്ട. See, overcoming the cultural barriers or any other barriers with our intellectual means will create problems, definitely. But the resurrection power will equip us to efficiently carry out the plan of God. So, dear young people, okay, you see, girls or anybody else, ladies, we all have our own cultural barriers. But if you think that you can overcome with your intellectual means, no. But when the resurrection power will empower you, he will equip you, he will strengthen you, he will fill you with the gifts of the Spirit of God, and he will use you to carry out God's plan so that we will move forward. In വാക്കുകൾ നിർത്തട്ടെ.